ഹായ് സുഹൃത്തുക്കളെ, ഗീതു സ്റ്റോറിയിലെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ തുടങ്ങാം. അതെ, ഞാൻ നിന്റെ ഭർത്താവാണല്ലോ. അപ്പോ എനിക്ക് ചില പ്രത്യേക അവകാശവും അധികാരവുമെല്ലാം ഉണ്ടല്ലോ നിന്റെ അടുത്തും, പിന്നെ നിന്റെ ഈ ശരീരത്തിലും. ഞാനത് ഇപ്പോ മുതൽ എടുത്തോട്ടെ. രമ്യയുടെ വശ്യമനോഹരമായ ഉടലഴകിലൂടെ മോഹത്തിൽ കണ്ണോടിച്ച് രാജേഷ് തിരക്കിയതും ചീറ്റപ്പുലിയെ പോലെ ചീറ്റിയവന് മുന്നിൽ വന്നു നിന്നു രമ്യ. എന്റെ ഭർത്താവാണെന്ന അധികാരം വെച്ച് നിങ്ങൾ എന്തെങ്കിലും തോന്നിയാസം എന്നോട് പറയുകയോ എന്റെ ശരീരത്തിൽ കാണിക്കുകയോ ചെയ്താലുണ്ടല്ലോ, നാളെ ഈ വീട്ടിൽ നേരം പുലരുന്നത് നിങ്ങളുടെ മരണവിവരം അറിഞ്ഞാവും. കൊല്ലും ഞാൻ നിങ്ങളെ, ഉറപ്പായും കൊന്നിരിക്കും. യാതൊരു മയവുമില്ലാതെ രമ്യയുടെ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചു നിന്ന് രാജേഷ് താൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് തന്റെ പേരിലുള്ള സിന്ദൂരവും നെറുകയിൽ ചാർത്തി ആദ്യ രാത്രി മുറിയിൽ കയറി വന്നിട്ട് അവൾ ആദ്യം വാതുറന്ന് പറയുന്നത് കേട്ടില്ലേ, തന്നെ കൊല്ലുമെന്ന്. അതും ഭർത്താവിന്റെ അധികാരം താൻ അവളോട് എടുത്താല്. തന്നെ നോക്കി പേടിപ്പിച്ചു നിൽക്കുന്ന രമ്യയെ കടക്കണ്ണാലൊന്ന് നോക്കി പിന്നൊന്നും അവളോട് ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വേഗത്തിൽ കിടക്കയുടെ ഒരു ഓരം പറ്റി ചരിഞ്ഞു കിടന്നു രാജേഷ്. പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവളുടെ ശ്വാസത്തെ പോലും പേടിക്കണമെന്ന് അവന് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ അറിയാം. ഇന്ന് നടന്നത് തന്റെ കല്യാണമാണെന്നും ഇത് തങ്ങളുടെ ആദ്യ രാത്രിയാണെന്നും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചവൻ. അതിലെല്ലാം ഉപരി കഴിഞ്ഞ 4 വർഷത്തോളം തന്നെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിട്ടുള്ളവളാണ് തന്റെ അരികിലേക്ക് പോലും വരാതെ തന്നിൽ നിന്ന് അകന്നു മാറി മറുഭാഗത്ത് കിടക്കുന്നതെന്ന് ഓർക്കാൻ ശ്രമിച്ചതേയില്ല രാജേഷ്. വെറും ഒരു നേരം പോക്കിനായി മാത്രമേ രമ്യയെയും അവളുടെ പ്രണയത്തെയും കണ്ടിട്ടുള്ളൂവെന്ന് അവളോട് നേരിട്ട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് രാജേഷ് രമ്യയെ. അവന്റെ വാക്കുകൾക്ക് മുന്നിൽ തരിച്ചു നിന്ന് ഒന്നും മിണ്ടാതെ കരഞ്ഞു വീട്ടിലേക്ക് മടങ്ങിയ രമ്യ ഇന്ന് രാവിലെ രാജേഷിന്റെ വീട്ടിലെത്തിയത് ആത്മഹത്യാ ഭീഷണിയോടെയാണ്. അടുത്തുള്ള അമ്പലത്തിൽ വെച്ചെന്റെ കഴുത്തിൽ ഈ നിമിഷം നിങ്ങൾ ഈ താലി കെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് എന്റെ ജീവൻ കളയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ആ കുറ്റം നിങ്ങളുടെ എല്ലാം മേലിലാക്കി നിങ്ങളെ എല്ലാം ജയിലിനുള്ളിലാക്കാൻ വേണ്ടതും കൂടി ചെയ്യും ഞാൻ മരിക്കുന്നതിന് മുമ്പ്. പറയുന്നത് അതുപോലെ ചെയ്യും എന്ന് അവളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. രമ്യയെ തടയാനും തിരികെ കൂടെ കൂട്ടാനും വേണ്ടി വന്ന അവളുടെ വീട്ടുകാർ രമ്യയുടെ ദേഷ്യത്തിനും വാശിക്കും മുമ്പിൽ ഇനി ഇങ്ങനെ ഒരു മകളില്ലെന്നവർ വിളിച്ചലറി പറഞ്ഞു മടങ്ങിപ്പോയപ്പോൾ അവൾ ആവശ്യപ്പെട്ടതുപോലെ അവളുടെ കഴുത്തിൽ താലി കെട്ടി രാജേഷ്. താലിയുടെ കെട്ടഴിഞ്ഞു പോവാതെ മുറുക്കി കെട്ടിടുന്ന രാജേഷിനെ കനലാളുന്ന മിഴികളോടെ എരിച്ചു നോക്കി നിന്നു രമ്യ. വീടിനുമ്മറത്ത് നിന്ന് രാവിലെ വെല്ലുവിളിച്ചവളുടെ മുഖത്തെ ദേഷ്യം അന്നേരവും കൺമുന്നിൽ കണ്ടതുപോലെ ഒന്ന് കുളിർത്തു രാജേഷിന്. വാശിയിൽ രമ്യയിൽ നിന്ന് അകന്ന് ചരിഞ്ഞു കിടന്നെങ്കിലും അല്പം കഴിഞ്ഞതും ചരിഞ്ഞു കിടന്നവൻ മലർന്നു കിടന്നതും അവനെ തന്നെ നോക്കി കിടക്കയുടെ അങ്ങേ സൈഡിൽ കിടക്കുന്ന രമ്യയെ. നിറഞ്ഞു തൂവുന്ന അവളുടെ മിഴികൾ അവന്റെ നെഞ്ചിനെ ആഴത്തിൽ പൊള്ളിച്ചുകൊണ്ട് കിടക്കയിലേക്ക് അടർന്നു വീണുകൊണ്ടിരുന്നു നിർത്താതെ. പിടഞ്ഞെണീറ്റ് അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്നിരുന്നു രാജേഷ്. രമ്യേ, ക്ഷമിക്കടി എന്നോട്. എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു മോളെ, നിന്നെ തള്ളി പറയുകയല്ലാതെ. പറ്റിപ്പോയി, പ്ലീസ്. നീ വേണേൽ എന്നെ ഒന്ന് തല്ലിക്കോ മോളെ, നിന്റെ ദേഷ്യം തീരും വരെ. എന്നാലും ഇങ്ങനെ കരയല്ലേടി, കണ്ടു നിൽക്കാൻ വയ്യ എനിക്ക്. കരയുന്ന രമ്യയുടെ കാലുകളിൽ കൈകൾ കൊണ്ട് പിടിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു രാജേഷ്. തന്റെ കാലുകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന രാജേഷിന്റെ കൈകൾ എടുത്തുമാറ്റി രമ്യ അവനെ തുറച്ചു നോക്കി. ഇന്ന് രാവിലെ നിന്റെ ഈ വീട്ടിൽ വന്ന് ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടല്ലേ രാജേഷെ നീ എന്നെ കെട്ടിയത്? അതുകൊണ്ട് മാത്രമല്ലേ നിന്റെ ഭാര്യയായി മുറിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതും? രാജേഷിന്റെ കണ്ണുകളിൽ കണ്ണുറപ്പിച്ച് രമ്യ ചോദിച്ചതും ഉത്തരമില്ലാതെ ഉഴറി രാജേഷ്. പ്രാണനാണ് രാജേഷിന് രമ്യയെ. അവളില്ലാതെ ഒരു ജീവിതം എന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല രാജേഷിന്. കൂടെ കൂട്ടിയ ഒരു ജന്മം മുഴുവൻ ഒന്നിച്ച് സന്തോഷമായി ജീവിക്കാൻ വേണ്ടി തന്നെയാണവൻ അവളെ സ്നേഹിച്ചതും. എന്നിട്ടും പക്ഷെ തള്ളി പറയേണ്ടി വന്നു. എന്താ കാര്യം? കാരണം സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന രമ്യയുടെ കുടുംബം അവളെ കൊണ്ട് നടക്കുന്നൊരു രാജകുമാരിയായിട്ടാണ്. തനിക്ക് അവരുടെ മോളെ അവര് നോക്കുന്നത് പോലെ നോക്കി സംരക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന അവളുടെ അച്ഛന്റെ സംസാരത്തിലും വെല്ലുവിളിയിലും മനസ്സ് തകർന്നു രാജേഷിന്റെ. നിന്റെ വീട്ടുകാർ നിന്നെ സംരക്ഷിക്കും പോലെ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ ആ വാശിയിൽ അറിയാതെ തള്ളി പറഞ്ഞതാടി മോളെ നിന്നെ ഞാൻ അങ്ങനെ കൈവിടുമോ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂടി? പിന്നെയും പദം പറഞ്ഞിരിക്കുന്നവനെ വെറുതെ നോക്കിക്കിടന്നു രമ്യ. എന്റെ അച്ഛൻ
എന്റെ അച്ഛൻ നിന്നെ വെല്ലുവിളിച്ചപ്പോൾ എന്നെ തള്ളിപ്പറയുന്നതിന് പകരം സമ്പത്ത് കുറഞ്ഞാലും സ്നേഹത്തിൽ കഴിയും മരണം വരെ ഞങ്ങള്. അങ്ങനെ പറഞ്ഞ് നീ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നിന്റെ കാൽച്ചുവട്ടിൽ കിടന്നേനെ രാജേഷ് ഞാൻ ഈ ജന്മം മുഴുവൻ. എത്രയെല്ലാം മറക്കാൻ ശ്രമിച്ചാലും നിനക്ക് ഒരു നേരം പോക്കായിരുന്നു ഞാനെന്ന് നീ പറഞ്ഞത് ഒരിക്കലും മായില്ല എന്റെ ഉള്ളിൽ നിന്ന് ഇത്ര വേഗം. അതൊരു മുറിവായി അവശേഷിക്കും എന്നും. പിന്നെ നീ എന്റെ ഭർത്താവാണ്. നിനക്ക് അധികാരമുണ്ട് എന്റെ അടുത്തും എന്റെ ശരീരത്തിലും. എന്തു വേണമെങ്കിലും ആവാൻ നിനക്ക്. തടയില്ല ഞാൻ നിന്നെ. മായയുടെ വാക്കുകൾ കേട്ടതും നിറയുന്ന തന്റെ മിഴികൾ തുടയ്ക്കാൻ ശ്രമിക്കാതെ നേരത്തെ കിടന്നതുപോലെ കിടക്കയുടെ അരികു പറ്റി ചേർന്ന് കിടന്നു രാജേഷ്, ഒരുപോലെ പെയ്യുന്ന മിഴികളോടെ. അവളെന്ന പെണ്ണിനേക്കാൾ അവളുടെ ശരീരത്തെ താൻ സ്നേഹിച്ചിട്ടില്ല അവളോട് പറയാതെ പറഞ്ഞുള്ള കിടത്തം. ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് ആഴ്ചകളും മാസങ്ങളുമായി കടന്നുപോയത്. പതിവിലും നേരത്തെ കുളിച്ചൊരുങ്ങി രാജേഷിനായി കാത്തു നിൽക്കുമ്പോൾ വല്ലാത്തൊരു തിളക്കമുണ്ട് രമ്യയുടെ മുഖത്ത്. ആഗ്രഹിച്ചതുപോലൊരു ജോലി കഴിഞ്ഞുപോയ മാസങ്ങളുടെ ശ്രമഫലമായി നേടിയിരുന്നു രാജേഷ്. ഇന്നാണ് അവൻ ആ ജോലിയിൽ കയറിയത്. തിളക്കമുള്ളൊരു പുഞ്ചിരിയോടെ പടികടന്നു വരുമ്പോഴേ രാജേഷ് കണ്ടിരുന്നു തനിക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നവളെ. തള്ളിക്കളയാൻ എളുപ്പമാണെന്നും നേടിയെടുക്കാൻ പ്രയാസമാണെന്നും തന്നെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച തന്റെ പാതിയെ പടിവാതിലിൽ വെച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെ മിഴികളും ഒരുപോലെ. എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ എടുത്താൽ നീ എന്നെ കൊല്ലുമോടി പെണ്ണേ. കഴിഞ്ഞുപോയ മാസങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനം രമ്യയെ പൂർണ്ണമായി തന്റേതാക്കാൻ ഒരുങ്ങി രാജേഷ് ചോദിച്ചതും നഗ്നമായ അവന്റെ ശരീരത്തിനടിയിലേക്ക് ഒതുങ്ങി പിടഞ്ഞു രമ്യ. അന്നത്തെ ആ രാത്രി അവരുടേതായിരുന്നു. വേണ്ടതെല്ലാം സ്വന്തമാക്കാനും വേദനകളെല്ലാം മറന്നുകളയാനുമുള്ള രാത്രി. രാജേഷിന്റെയും രമ്യയുടെയും ആദ്യ രാത്രി. വർഷങ്ങൾക്കിപ്പുറം രമ്യയുടെ അച്ഛനോടൊത്ത് തമാശകൾ പറഞ്ഞിരിക്കുന്നതിനിടയിൽ തന്റെ അരികിലിരിക്കുന്ന രമ്യയെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ അച്ഛന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു രാജേഷ്, എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ. എന്റെ മോളെ എന്നേക്കാൾ നന്നായി രാജ്ഞിയായി നോക്കുന്നത് നീ തന്നെയാണ് മോനെ, നീ തന്നെയാണടാ രാജേഷേ. എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ രമ്യയുടെ അച്ഛൻ പറഞ്ഞതും സംതൃപ്തിയുടെ നിറചിരി തെളിഞ്ഞു രാജേഷിൽ. അതേ ചിരിയോടെ രമ്യയെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു രാജേഷ്.